ഇന്ന് നമുക്ക് കരിമീൻ വെച്ചൊരു മീൻകറി ഉണ്ടാക്കിയാലോ? ആകെ 2 മീനേ ഉള്ളൂ കേട്ടോ. ഒന്ന് ചെറുതും ഒന്ന് വലുതുമാണേ. നല്ല ടേസ്റ്റുള്ളൊരു മീനാണ് കേട്ടോ ഈ കരിമീൻ. കാണാനും നല്ല ഭംഗിയാണ് അല്ലേ? അപ്പോൾ ഇവനെ നമുക്ക് നല്ല ഭംഗിയായി വെട്ടിക്കൂട്ടി ചട്ടിയിലിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് ഒരു അടിപൊളി മീൻകറി ഉണ്ടാക്കിയാലോ? മീനെല്ലാം ഞാൻ നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മീൻകറി ഉണ്ടാക്കാം. അതിന് ഞാനൊരു ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ കടുകും ഉലുവയും ഇട്ടു. കടുകും ഉലുവയും പൊട്ടിക്കഴിഞ്ഞപ്പം അതിലേക്ക് വറ്റൽമുളക്, കറിവേപ്പില, കുഞ്ഞുള്ളി എല്ലാം നന്നായിട്ട് വഴറ്റി കൊടുക്കുക. വഴന്നു വരുമ്പം അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുക. ഇനി നമുക്കതിലേക്ക് ഒരു 3-4 പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി നന്നാക്കി വഴറ്റി എടുക്കണം. വഴന്ന് കഴിയുമ്പം നമുക്കതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ചേർക്കുന്നത് ഫിഷ് മസാലയാണ്. ഇനി നന്നായിട്ട് ഇളക്കി പച്ചമണം മാറും വരെ ഇളക്കി കൊടുക്കണം. ഇനി നമുക്കതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഒരു 3-4 കുടംപുളി ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ഞാൻ കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നന്നായിട്ട് തിളച്ച് വരുമ്പം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ഓരോന്നോരോന്നായി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ ഫിഷ് മസാല ഇവിടെ വീട്ടിൽ അരച്ചെടുത്ത മസാലയാണ് കേട്ടോ. ഈ മസാലയിൽ ഞാൻ കാശ്മീരി മുളകും പിന്നെ എരിവുള്ള മുളകില്ലേ അതും, പിന്നെ മല്ലി, ഇഞ്ചി, വെളുത്തുള്ളി, പെരുംജീരകം, ഉലുവ ഇതെല്ലാം കൂട്ടി അരച്ചെടുത്തതാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഞാൻ എൻ്റെ ഇവിടെ വീട്ടിലുണ്ടായ മല്ലിയിലയാണ് കേട്ടോ അത്. അപ്പോൾ മല്ലിയില ഇട്ടിട്ടുണ്ട് മീൻകറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഈ കറി നമുക്ക് ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് കാന്താരി മുളകില്ലേ, ആ കാന്താരി മുളകും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൂടി ആകുമ്പം ഒരു പ്രത്യേക ടേസ്റ്റ് വരും ഈ കറിക്ക്. അപ്പം മീനെല്ലാം നന്നായിട്ട്, നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. അതിൽ എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ മീൻ കറിയിൽ. അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബായ്.